എനിക്ക് ദിവ്യ ചേച്ചിനെ കാണുമ്പോൾ ഒരു 10 വർഷം മുൻപത്തെ എൻ്റെ അമ്മേനെ പോലെയാണ് ഓർമ്മ വരിക. അമ്മ ഇതുപോലെ അല്ല, ശരിക്കും ഞാൻ സീരിയസ്ലി പറഞ്ഞതാ. അമ്മ ഇതുപോലെ സ്പെക്സ് ഒക്കെ വെച്ച് ആ ഒരു സമയത്ത് ഇതേ ലുക്കാണ് കാണുക. ഇപ്പൊ കുറച്ച് ഏജ് കൂടുതലായി. അപ്പൊ ദിവ്യ ചേച്ചിനെ ഈ ആൾക്കാർ ട്രോളുമ്പോ ഒക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമാവാറുണ്ട്. എനിക്ക് ആ ഒരു ഫേസിന്റെ ഒരു റിസംബ്ലൻസ് ആണ് അതിപ്പോ കണ്ടപ്പോഴും എനിക്ക് എന്തോ ഒരു ഇത് തോന്നി. എങ്ങനെയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ കമന്റ്സ് ഒക്കെ വരുമ്പോഴേ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ സാധാരണ ഒരു മനുഷ്യരാണ്. നിങ്ങൾ സെലിബ്രിറ്റീസ് ആണ് അതൊക്കെ, പക്ഷെ സെലിബ്രിറ്റീസ് മനുഷ്യരൊക്കെ അല്ലേ? എന്താ തോന്നാറ് ഈ ഹെയ്റ്റ് കമന്റ്സ് ഒക്കെ വരുമ്പോൾ? എനിക്ക് ഞാനത് എത്ര ഇനി കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും എനിക്ക് വിഷമം തന്നെയാണ്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞാലും അത് ഇനി അങ്ങനെ ചെയ്യില്ല പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിഷമം. ഞാൻ എന്താ എൻ്റെ ഇത് കല്ലുകൊണ്ട് ഉണ്ടാക്കിയ മനസ്സൊന്നുമല്ല. എനിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ മനുഷ്യനാണ്, എനിക്ക് എന്താ ഉരുകുന്ന മനസ്സ് തന്നെയാണ്, എനിക്ക് സ്വാഭാവികമായിട്ടും വരും. അതില്ല എന്നൊന്നുമല്ല. ഇപ്പോഴും എന്നെ എന്താണ് അറിയില്ല, ഞാൻ ഇപ്പോഴും നല്ല ഡ്രസ്സിങ് തന്നെയാണ് പോകുന്നത്. ഒരു ശരീരഭാഗം കാണിച്ചിട്ടല്ല പോകുന്നത്. ഈ യൂട്യൂബേഴ്സ് വന്ന് വീഡിയോ എടുക്കുന്നത് 3Xലും അതൊക്കെ എടുത്തിട്ട് എന്താണ് അത്രയും മോശം രീതിയിൽ വീഡിയോ എടുത്തിട്ട് നമ്മൾ പോലും അറിയുന്നില്ല, എടുക്കുന്ന രീതി നമ്മൾ അറിയുന്നില്ല. ചിലപ്പോൾ ഞാൻ ഈ കമന്റ് ഇടുന്നവര് അവരുടെ ബ്ലൗസ് ശരിയാക്കുന്നുണ്ടാവൂലേ, സാരി ശരിയാക്കുന്നുണ്ടാവൂലേ, അതുപോലെ ഞാനും എൻ്റെ ബ്ലൗസിൽ ഇപ്പം എല്ലാം കംഫർട്ടായിട്ട് ഉണ്ടാവില്ലല്ലോ. നമുക്ക് ചിലപ്പം ബ്ലൗസ് ഓക്കെ ആയിരിക്കില്ല, തയ്ച്ചത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പം നമ്മളൊന്ന് വലിച്ചിടുമ്പോൾ ഇത് ക്യാമറ നമ്മൾ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ വരുന്ന പ്രശ്നമാണിത്. നമ്മൾ ഓക്കെ ഒന്ന് വലിച്ചിട്ടു, അതിലിപ്പോ എന്താ ഇപ്പൊ തെറ്റില്ലേ? എന്താ തെറ്റില്ലേ? അപ്പൊ അവക്ക് അവിടെ ഇവിടെയും ചൊറിച്ചലാണ്, മറ്റേതാണ് മറിച്ചേതാണ്, അവക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടോ ചൊറിയാത്തത്, ഇതൊക്കെ ചോദിക്കുക. എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. ഒരു രേഖ, ഒരു അന്ന തോമസ് വയസ്സായി, ഇപ്പൊ പറയച്ച കുഴിയിലേക്ക് കാല് വെക്കാനായി, എന്നാലും അടങ്ങാത്ത ഞരമ്പ് രോഗം എന്ന് പറയില്ലേ, നിങ്ങൾക്ക് കണ്ടാ അറിയാം അവർ വിടുന്ന കമന്റ്സുകൾ. എന്താ എനിക്കറിയില്ല. ഇനി കെട്ടിച്ചു വിടാൻ പ്രായമുള്ള മോളുണ്ട്, അടങ്ങി ഒതുങ്ങി ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എന്തേലും ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും കാണുന്നതല്ലേ, എന്തേലും ചെയ്യുന്നുണ്ടോ? നോർമലി ഞാൻ ചിലപ്പോൾ നടക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷൻ വീഡിയോ, അത് സ്വാഭാവികമായിട്ട് എല്ലാവരും എടുക്കുന്നതിലും ഞാൻ എടുക്കുന്നില്ലൂ. അല്ല മറ്റുള്ളവരാരും എടുക്കുന്ന രീതിയിലല്ല ഡ്രസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. എന്നിട്ടും തെറിയ. അന്ന തോമസിന് എന്താണ് ഭ്രാന്ത് എന്ന് എനിക്കറിയില്ല, രേഖക്ക് എന്താ ഭ്രാന്ത് എന്ന് എനിക്കറിയില്ല. ഇനി അവരെ ഉദ്ദേശിച്ച് ആരെങ്കിലും ആണോ എന്നെ കല്യാണം കഴിച്ചതെന്ന് എനിക്കറിയില്ല. അല്ല അവർക്ക് എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല. സത്യം ഞാനാണ് ഇപ്പൊ ഇഷ്യൂ, അവരുടെ പ്രശ്നം ഞാനാണ്, ഏട്ടനല്ല പറയുന്നത്. പിന്നെ ഒരു വത്സല എന്ന് പറയുന്ന ലേഡി വന്നിട്ട് ഇപ്പം മിനിഞ്ഞാന്ന് പറഞ്ഞു, പത്രമായിട്ട് അഭിനയിച്ചപ്പോൾ ക്രിസ്റ്റിനോട് കുറച്ച് ബഹുമാനവും ആരാധനയും ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഈ എന്നാ ഇവളെ പോലത്തെ ഒന്നിനെ കെട്ടിയ പിന്നെ അതും ഇല്ലാണ്ടായി. എന്താ എനിക്കറിയില്ല. അപ്പൊ ക്രിസ്റ്റിനെ അപ്പൊ അവരൊക്കെ ആഗ്രഹിച്ചിരുന്ന അപ്പൊ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ സംഭവം അല്ല മനസ്സിലാവുന്നില്ല. എന്നെ അങ്ങനെ ആരും അപ്രോച്ച് ചെയ്യുകയോ അങ്ങനെ ആരും ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനും ആരെയും അങ്ങനെ അപ്രോച്ച് ചെയ്യുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോ അല്ല, അതിപ്പോ ഞാനാണെന്ന് അറിഞ്ഞത് പോലും കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമാണ്. കല്യാണത്തിന്റെ സമയത്താണ് കുറച്ചുകൂടി ഇപ്പൊ ദിവ്യ ശ്രീധർ ആയാലും ക്രിസ് വേണുഗോപാൽ ആയാലും നോർമലി ഈ ഒരു മീഡിയ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർക്ക് രണ്ടുപേരും അറിയാം. പക്ഷെ കുറച്ചുകൂടി സാധാരണ ആളുകളിലേക്ക് എത്തിയത് ഈ ഒരു കല്യാണത്തിന്റെ ഒരു വൈറൽ വീഡിയോക്ക് ശേഷം തന്നെയാണ്. ഇപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഡ്രസ്സ് ശരിയാക്കുമ്പോ നമ്മൾ നോർമലി ഒന്നും എവിടെയും നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്. പക്ഷെ ചേട്ടന് തോന്നാറില്ല, ഇപ്പൊ നമ്മളെ അമ്മയായാലും സിസ്റ്റർ ആയാലും ഇതുപോലെ ഡ്രസ്സ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, അതൊന്ന് മാറ്റി നിർത്തി ശരിയാക്കുക, ആ രീതിയിലല്ലേ പറയാ. ഈ ചാനലുകാർ ഇതുപോലെ ഈ ശരീരഭാഗങ്ങൾ മാത്രം പ്രദർശിപ്പിച്ച് അതിനൊരു ചൂഷണം ചെയ്യുന്നില്ല. ഒരു മീഡിയ പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിൽ ചേട്ടൻ എന്താ നോക്കിക്കാണുന്നത്? സ്പെസിഫിക്കലി അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കുറെ ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇപ്പോൾ പുറം നാട്ടിലായിരിക്കാം, ഇവിടെ ആയിരിക്കാം, പെണ്ണ് കെട്ടാത്ത ആൾക്കാരായിരിക്കാം, കെട്ടാത്ത ആളായിരിക്കാം, കെട്ടിയ ആളായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആളായിരിക്കാം. അപ്പൊ അവർക്ക് സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ അവർക്ക് ഉപയോഗിക്കാവുന്ന വെറും ഒരു ടോയിനെ പോലെയാണ് തോന്നുന്നത്. ഞങ്ങൾ മനുഷ്യരാണെന്നുള്ളതാണ് അവർ കാണുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ചില ചാനലുകൾ അങ്ങനെ മാത്രം ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് ലൈക്സ് കിട്ടും, പൈസ കിട്ടും. അതായത് കണ്ടവന്റെ എച്ചിൽ നക്കി ജീവിക്കേണ്ട ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. നല്ല നല്ല ചാനൽസ് ഉണ്ട് ഞങ്ങളുടെ കൂടെ, എത്രയോ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന നല്ല നല്ല ചാനൽസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു ഫംഗ്ഷന് പോയ അവിടെ വെച്ചിട്ടുള്ള ഒരു വീഡിയോനെ കുറിച്ചാണ് പറഞ്ഞു. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു, അവർ ഡിലീറ്റ് ചെയ്തു. ഓക്കെ ഫൈൻ. പക്ഷെ അങ്ങനെ അല്ലാതെ ഞങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സൗകര്യമില്ല, എന്ത് ചെയ്യണമെങ്കിൽ ചെയ്തോ എന്ന് പറയുന്ന ഈ പൈസയ്ക്ക് വേണ്ടി ആരെയും വിൽക്കും, സ്വന്തം അമ്മയും ചേച്ചിയും പോലും വിൽക്കുന്ന ആൾക്കാരാണ്. കാരണം അവരങ്ങനെ
നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതും വീഡിയോ എടുത്ത് ഇവരിടും, പറയാൻ പറ്റില്ല, സൂക്ഷിക്കണം. പിന്നെ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ വീട്ടിൽ ഒരു നല്ലൊരു കുടുംബവും ഇല്ല, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് മേ ബി ഹസ്ബൻഡ് മോശമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ആഗ്രഹിച്ച പോലെ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അതായിരിക്കാം കാരണം. ആസ് എ മീഡിയ പേഴ്സൺ, മീഡിയ സൈക്കോളജിയിൽ പല ആൾക്കാരും മീഡിയയിൽ വരുന്നത് ഒന്നിൽ അവരുടെ പേര് സംസാരിക്കപ്പെടണം. ഇപ്പൊ ഞങ്ങൾ 10 പ്രാവശ്യം അന്ന തോമസ് അവർ വല്ല ഹാപ്പി ആവും. ചീത്തയാണെങ്കിലും അവരുടെ പേര് എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറയുമ്പോൾ സുകുമാരക്കുറുപ്പിന് ഒത്തിരി സന്തോഷം, കാരണം കുറേ ആൾക്കാർ സുകുമാരക്കുറുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. അതേപോലെ ഒരു വൃത്തികെട്ടൊരു ചിന്താഗതി, കുപ്രസിദ്ധിയല്ല, അവർക്ക് പ്രസിദ്ധിയാണ് വേണ്ടത്. അപ്പൊ ഞങ്ങൾ 10 പ്രാവശ്യം ആ പേര് പറയുമ്പോൾ അവർ ഹാപ്പിയാണ്. ഇപ്പൊ അന്ന തോമസ് എന്തോ വലിയ സംഭവമായി. നമ്മളിപ്പോ നല്ല മാങ്ങയുള്ളൊരു മാവിൽ കല്ലെറിഞ്ഞാലേ മാങ്ങ കിട്ടുള്ളൂ. മാങ്ങയെ ഇല്ലാത്തൊരു മാവിൽ നോക്കി ആരും കല്ലെറിയില്ല. എന്തോ പോപ്പുലാരിറ്റി കിട്ടുന്ന ചില ആൾക്കാർ അവർ പോസ്റ്റ് ചെയ്തിട്ട് ആരും ലൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല. സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാർ പോലും ഇതൊക്കെ ആരെയും ലൈക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാതെ പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ സ്വന്തം പടത്തിന് പോലും ഒരു ലൈക്ക് കിട്ടാത്ത ആൾക്കാർ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഞങ്ങൾ ചൊറിയുന്നതിന് ഒരു 10 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചൊറിയാതിരിക്കും. ഇത് കൊള്ളാലോ പരിപാടി. അപ്പൊ അവിടെ ഇട്ടൊരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കിട്ടും ആ പോപ്പുലാരിറ്റി. അത്തരമൊരു ഡിസ്റ്റോർട്ടഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ അത്രയേ ഉള്ളൂ. അവർക്കൊക്കെ അസുഖമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗെറ്റ് വെൽ സൂൺ. ഞാനിത് എഫക്റ്റഡ് ആവാത്തതെന്ന് പറഞ്ഞാൽ ഇവരുടെ പുറകെ പോകാനാണെന്നുണ്ടെങ്കിൽ അതിനെ സമയം. ഇതിൽ പല ആൾക്കാർക്കും എൻ്റെ നമ്പർ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. പ്ലീസ് കോൾ എന്ന് പറഞ്ഞാണ് അയച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം അവർക്ക് വലിയ വത്സല പ്രത്യേകിച്ച് വിളിക്കുക. അപ്പൊ അവർക്ക് പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവർക്ക് എല്ലാവർക്കും കൺസേൺ എന്ന് പറഞ്ഞാല് എനിക്ക് സെക്ഷൽ കേപ്പബിലിറ്റി ഉണ്ടോ, അതിവിടെ ചോദിച്ചതേ അറിയുള്ളൂ. അവർക്കറിയില്ല, കാരണം എൻ്റെ പാർട്ട്ണറാണ്. അപ്പൊ ഷീ വിൽ നോ. അപ്പൊ പുള്ളിക്കാരി നാളെ കമന്റ് ഇടുകയാണ്, ഇവൻ കൊള്ളില്ല, ഇവനെ കൊണ്ട് ഒരു കാശിനും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഐ ഷുഡ് ബി കൺസേൺ. എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരെ എനിക്ക് അങ്ങനെ ആവുന്നുണ്ടോ ഇങ്ങനെ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ്? ഇവർക്കൊക്കെ പ്രാന്തെന്നല്ലേ ഞാൻ പറയും. ഒരു പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കമന്റിങ്ങിനെ കുറിച്ചുള്ള, ഈ രോഗത്തിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. തെരുവ് നായ്ക്കള് മെഴ്സിഡീസും ബുള്ളറ്റും അങ്ങനത്തെ വണ്ടികളൊക്കെ പോകുമ്പോൾ അവർ കുരയ്ക്കും. കാരണം അവർക്ക് ഒരിക്കലും അതിനകത്ത് കയറാൻ പറ്റില്ല, റൈറ്റ്? അപ്പൊ അവർ കുരയ്ക്കുന്നത് ഈ മേക്കിൽ പോകുന്ന ആളോ അല്ലെങ്കിൽ ബുള്ളറ്റിൽ പോകുന്ന ആളോ നോക്കാനും പോകുന്നില്ല, അവരെ പിടിച്ച് അതിനകത്ത് കയറ്റാനും പോകുന്നില്ല, എന്നാലും അവർ കുരയ്ക്കും. ഇതാണ് കമന്റിങ്ങിന്റെ രോഗം. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചു പോയി എന്ന് മാത്രം. ഇപ്പൊ ബൈക്കിൽ പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ ശബ്ദമെങ്കിലും കേട്ടെന്നിരിക്കും. അതിപ്പോ ചിലപ്പോൾ ചില സമയത്ത് കുഞ്ഞുമൊക്കെ അങ്ങനെയാണ്, അത് കേൾക്കും, റെസ്പോണ്ട് ചെയ്യും, ഒരു ചിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആട്ടാട്ട്. പക്ഷെ ഇത് എല്ലാ ആൾക്കാരെയും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ നടക്കില്ല. ഇതിട്ട് കഴിഞ്ഞപ്പോൾ ഈ പോസ്റ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരാൾ പാവം തെരുവ് നായ്ക്കൾ കുറച്ച് ചോറ് വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ അത്രയ്ക്ക് ബുദ്ധിയുള്ളൂ. അപ്പൊ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഐ റെസ്പെക്ട് ദാറ്റ് പേഴ്സൺ. തെരുവ് നായ്ക്കൾ ആഹാരം വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ചൊറി പിടിച്ച് നടക്കുന്ന അസുഖമുള്ള നമ്മുടെ മലയാള സംസ്കാരം എന്നൊക്കെ പറയുന്നത് ഇത്രത്തോളം അതപ്പതിച്ചു എന്ന് പ്രൂവ് ചെയ്യുന്ന, നമ്മൾ പ്രബുദ്ധരല്ല, സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്തവരാണ് എന്ന് നാട്ടുകാരോട് വിളിച്ചു പറയുന്നു. അറ്റ്ലീസ്റ്റ് ഇത് മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് കൊള്ളാം. മറ്റു നാട്ടുകാരൊന്ന് വായിച്ചിട്ട് നാട്ടിലിങ്ങനെ എഴുതുന്നില്ല, നമ്മള് സോഷ്യൽ മീഡിയസിലാണ് ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ. അപ്പൊ അതില് കഷ്ടപ്പെട്ട് ചില ആൾക്കാർ തമിഴിലൊക്കെ എഴുതുന്നുണ്ട്. ഞാൻ വായിക്കില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തമിഴ് വായിക്കാൻ അറിയാം, ഞാൻ വായിച്ചു. നാണം കെട്ടവനെ മാനം കെട്ടവനെ അങ്ങനെയൊക്കെയാണ് അവർ എഴുതുന്നത്. എഴുതിക്കോളൂ, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ആവുന്നില്ല. നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഒരു മാവിൻ്റെ അവിടെ പോയി തെങ്ങ് 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 എന്ന് 10 പ്രാവശ്യം വിളിക്കും. അതിൽ തേങ്ങയൊന്നും ഉണ്ടാവാൻ പോണില്ല, അത് മാവായിട്ട് തന്നെ ഇരിക്കും. അപ്പൊ അതുപോലെ എന്നെ 10 പ്രാവശ്യം എനിക്ക് അങ്ങനെ ആവില്ല, എനിക്ക് ഇങ്ങനെ ആവില്ല, ഞാൻ മുതുക്കനാണ്, നീ കളവനാണ്, എത്ര പറഞ്ഞാലും ഓരോ വർഷം കഴിയുമ്പോഴേ എനിക്ക് പ്രായം കൂടുള്ളൂ. എനിക്കിപ്പോ 49, ഈ വർഷം. ക്രിസ്ത്യാനിന് മാത്രം ഒരു മാസത്തിൽ 10 വയസ്സ് കൂടുന്നില്ലല്ലോ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഈ പറയുന്ന ആൾക്കാരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. കാരണം ഇത്രത്തോളം വിവരമില്ലാത്തൊരു സ്വഭാവം. ദാറ്റ്സ് ഓക്കെ.